മലപ്പുറം തിരൂർക്കാട് കുറുക്കന്റെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ 3 പേർക്ക് പരിക്കേറ്റു. തിരൂർക്കാട് സ്വദേശികളായ കാളി, ദേവകി, മജീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാടുകയാണ് മൊത്തി ചാടിയിട്ട് ഇവിടെ ഇങ്ങോട്ട് ഒറ്റക്കടിയാ. പിന്നെ ഞാനും അതായിട്ട് വീണ് പിന്നെ അങ്ങനെ പിടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞ് അങ്ങനെ അപ്പം എന്നെ വിട്ടു. ഞാൻ അങ്ങോട്ട് അങ്ങനെ പുഴയ്ക്ക് അങ്ങ് എറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഓടി പോന്നു. ഞാൻ സ്ഥിരം അങ്ങനെ കാണലുണ്ടായിട്ട് ഞങ്ങളങ്ങനെ പേടിച്ച് അങ്ങനെ പോകലാണ്. ഇങ്ങനെ ആദ്യമായിട്ടാണ്. തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്ന പാവപ്പെട്ട 2 സ്ത്രീകളും വേറെ ആൾക്കും കുറുക്കാൻ വന്നിക്കാണ്. നെഞ്ഞല് മേലേക്ക് ജമ്പ് ചെയ്തിക്കാണ്. മുഖത്തുനിന്ന് ഇവിടെ ഒരാളെ കടിച്ചെടുത്തിട്ടുണ്ട്. വയറ്റിന്റെ അവിടെ കംപ്ലീറ്റ് കടിച്ച് ആകെ മുറികളായിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടയായിട്ട് കുറുക്കന്മാരെ ശല്യവും പന്നികളെ ശല്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. കൃഷിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ കൃഷി ഇറക്കാൻ പറ്റാത്തൊരു ലെവലിലപ്പോൾ പോകുന്നത്. കാരണം അവര് ഈ ലോണൊക്കെ എടുത്തിട്ട് കൃഷി വിളവെടുക്കാനാകുമ്പോഴത്തേനും അത് പന്നികളെ ശല്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ജനങ്ങൾ ഇവിടെ നടക്കും. ഇപ്പൊ രാവിലെ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മാസം മുമ്പ് ഒന്നാഴ്ച ഞാൻ കാറിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. പന്നിക്കൂട്ടം വീടിന്റെ അടുത്ത് കൂടി ഒന്നായിട്ട് പോണത്. ബൈക്ക് വരികയാണെങ്കിൽ അതൊരു ആക്സിഡന്റ് ഭയങ്കര പ്രശ്നമായിക്കാറ്. അതുമാതിരി നമ്മൾ കാറിലായതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടാണ്. വിപിൻ സി വിജയൻ വാർത്തയുടെ വിവരങ്ങളും വെച്ചിട്ടുണ്ട്. വിപിൻ, ഇത് ഈ മേഖല കുറുക്കന്മാരുടെ ശല്യമുള്ള സ്ഥലമാണോ? ഇത് വലിയ കഷ്ടമാണല്ലോ ഇതല്ലേ? അതെ, ഈ കുറുക്കന്മാർ ഇപ്പോൾ കുറച്ചായിട്ട് തന്നെ ആ പ്രദേശത്ത് ആകെ ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത് തിരൂർക്കാട് മാത്രമല്ല, ഇന്നിപ്പോൾ മലപ്പുറം വന്യമൃഗ ഭീതിയിൽ വിറയ്ക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ മമ്പാട് ഒരു പുലി ഒരു ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാളെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മുഹമ്മദ് അലി എന്നുള്ള ഒരാൾക്കാണ് പരിക്കേറ്റത്. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ തിരൂർക്കാട് കുറുക്കന്റെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം വരുന്നത്. ആദ്യം ഈ കുറുക്കൻ ആക്രമിക്കുന്നത് മജീദ് എന്നുള്ള ആളെയാണ്. അത് അരിപ്ര എന്നുള്ള പ്രദേശത്ത് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹമാണ് ഈ സംസാരിച്ചത്. അതായത് കുറുക്കൻ ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടി വീഴുകയായിരുന്നു. അങ്ങനെ മുഖത്താണ് കടിച്ചിട്ടുള്ളത്. ആ മുഖത്ത് നമുക്ക് പാടുകളൊക്കെ കാണാം. അങ്ങനെ മുഖത്ത് കടിച്ചതിന് ശേഷമാണ്, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പിടിവിട്ടത്. അപ്പോൾ അത്രത്തോളം ഒരു വലിയ ആക്രമണമാണ് ഉണ്ടായത്. അതിനുശേഷം തൊഴിലുറപ്പ് തൊഴിലാളികളായ കാളി, ദേവകി എന്നിവർക്ക് കടിയേൽക്കുന്നത് തിരൂർക്കാട് ശിവക്ഷേത്രത്തിന്റെ പുറകുവശത്തുള്ള വയലിൽ വെച്ചാണ്. അവിടെ നിന്ന് അവരെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ കാളി എന്നുള്ള സ്ത്രീയുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറുക്കൻ ഇപ്പോഴും പിടിയിലായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പ്രദേശത്ത് ആകെ ഇപ്പോഴും ആ ഒരു ഭീതി നിലനിൽക്കുകയാണ്. കുട്ടികളെയൊന്നും പുറത്തു വിടാതെ എല്ലാവരും വാതിലടച്ച് അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ തിരൂർക്കാടിൻ്റെ ആ ഒരു മേഖല പോയിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ഈ കുറുക്കനെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആഷ്മി, ഓക്കെ. കാട്ടുപന്നി, കാട്ടുപോത്ത്, നാട്ടിലിറങ്ങുന്ന ഈ പറയുന്ന കാട്ടുമൃഗങ്ങൾ, കുറുക്കൻ ഒക്കെ കാരണം കർഷകരുടെ ജീവിതം ദുസ്സഹമാവുന്നു എന്നുള്ളത് പുതിയ കാര്യമല്ല കേട്ടോ.